നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 പാർട്ടി കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗക്കാർക്ക് നൽകുന്ന സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഗെറ്റ് സെറ്റ് തൃശൂർ പദ്ധതിക്ക് കീഴിൽ ആരംഭിക്കുന്ന ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷന് തുടക്കമായി. വാർത്തകൾ വിശദമായി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. തുടർന്ന് നടന്ന ഊട്ടുവെഞ്ചിരിപ്പിന് ഇടവക വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കാർമ്മികത്വം വഹിച്ചു. രാവിലെ 10:30 നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ജൂലിയസ് അറക്കേൽ CMI തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് ഇടവകയിലെ വൈദികർ നയിക്കുന്ന സെന്റ് ജോസഫ് ഫാമിലി കുർബാനയും തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുത്തറ CMF മുഖ്യ കാർമ്മികനായി. ഫാദർ ആന്റണി തെക്കിനിയത്ത് OFM തിരുനാൾ സന്ദേശം നൽകി. 4 മണിക്ക് ഇടവകയിലെ വൈദികർ നയിച്ച സമൂഹബലി, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 പാർട്ടി മേലൂർ പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. മെയ് 2 മുതൽ 8 വരെ മേലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഈ സമ്മേളനങ്ങൾ നടക്കും. വെട്ടുക്കടവ് ജംഗ്ഷനിൽ ആരംഭിച്ച പരിപാടിക്കു ശേഷം കല്ലുത്തി, പൂലാനി, മേലൂർ ജംഗ്ഷൻ എന്നീ പ്രദേശങ്ങളിലും യോഗങ്ങൾ നടന്നു. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു. മേലൂർ മണ്ഡലം പ്രസിഡന്റ് നാരായണൻ ആറങ്ങാട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഷിബു വർഗീസ് പെരേപ്പാടൻ, ആന്റണി പുളിക്കൻ, PD വർഗീസ്, ഡോൺ ബോസ്കോ, ജോർജ് മാർട്ടിൻ, ജിത്തു മാധവ്, ലീല സേവിയർ, ഷീജ ജോയ്, മേരി ജോസഫ് മണവാളൻ, വർഗീസ് പാലാട്ടി, സുരേഷ് TK, പോൾ VJ, ജോസ് മാവേലി എന്നിവർ പ്രസംഗിച്ചു. എല്ലാവരും പഠിക്കുന്നത് അവരുടെ എന്തെങ്കിലും കാര്യത്തിന് പഞ്ചായത്തിലോ ഏതെങ്കിലും കാര്യത്തിന് ചെല്ലുമ്പോൾ അവർക്ക് തടസ്സമുണ്ടാക്കും എന്നുള്ള ഒരു പേടി, അതുപോലെ തന്നെ നിലവിലുള്ള രാഷ്ട്രീയ അധികാരത്തിന്റെ മുമ്പില് ഇന്ന് ഓരോ പൗരനും ഓരോ വ്യക്തിയും ഏകദേശം 6 ലക്ഷം രൂപയ്ക്ക് ഈ സർക്കാർ പണയം വെച്ചിരിക്കുകയാണ്. സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ബജറ്റ് വിഹിതം ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന കുന്നംകുളം സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണ സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. സബ് ട്രഷറി ഓഫീസ് നിലനിന്നിരുന്ന സ്ഥലത്തെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 1,65 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ഒറ്റ നിലയിലായി 2000 ചതുരശ്രയുടെ വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ വെയിറ്റിംഗ് ഏരിയ, ക്യാഷ് കൗണ്ടർ, JS STU ക്യാബിനുകൾ, 10 കൗണ്ടറുകൾ, സ്ട്രോങ് റൂം, ഗാർഡ് റൂം, റെക്കോർഡ് റൂം, പൊതുജനങ്ങൾക്കുള്ള ടോയ്ലറ്റ്, റാം, സ്റ്റെയർ റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനു വേണ്ടി HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് പദ്ധതി നിർവഹിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾ ഈ ആഴ്ചയിൽ തന്നെ ആരംഭിക്കുമെന്ന് MLA അറിയിച്ചു. പൂമംഗലം പഞ്ചായത്തിലെ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2 റോഡുകളുടെ പഞ്ചായത്തുതല നിർമ്മാണ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. SN നഗർ റോഡ് 20 ലക്ഷം, പായമൽ റോഡ് 40 ലക്ഷം എന്നീ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. എടക്കുളം SN നഗർ ഹെൽത്ത് വെൽനസ് സെന്ററിൽ നടന്ന പരിപാടിയിൽ പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് അമ്മനത്ത്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹൃദ്യ അജീഷ്, വാർഡ് മെമ്പർമാരായ KN ജയരാജ്, ലത വിജയൻ, സന്ധ്യ വിജയൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗക്കാർക്ക് നൽകുന്ന സ്കൂട്ടറുകളുടെ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ഭിന്നശേഷി വിഭാഗക്കാരുടെ ജീവിത ഉന്നമനത്തിനും ഉപജീവന ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് സ്കൂട്ടർ നൽകുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. സാധാരണ സ്കൂട്ടറിനൊപ്പം പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് സ്കൂട്ടർ കൂടി പദ്ധതിയിൽ ആദ്യമായിട്ടാണ് നൽകുന്നതെന്നും 1 കോടി രൂപയുടെ പദ്ധതി കൂടി ഈ വർഷം നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ ചെലവിൽ 40 സ്കൂട്ടറുകളാണ് വിതരണം ചെയ്തത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാതലത്തിൽ തിരഞ്ഞെടുത്തവർക്ക് 27 സാധാരണ സ്കൂട്ടറുകളും 13 ഇലക്ട്രിക് സ്കൂട്ടറുകളും വിതരണം ചെയ്തു. ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കിയത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ലീല സുബ്രഹ്മണ്യൻ, KV സജു, ഷീല അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് അനുരാധ നന്ദിയും അറിയിച്ചു. പാവറട്ടി തിരുനാളിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി സുഗമമായി തിരുനാളിൽ പങ്കെടുക്കുന്നതിന് എല്ലാവർക്കും സാഹചര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. പാവറട്ടി തിരുനാൾ സുരക്ഷാ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉത്സവങ്ങളിലെല്ലാം ജനപങ്കാളിത്തം വർദ്ധിച്ചു വരുന്നു. കൃത്യമായ മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തി ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാനും ആഘോഷങ്ങളെ ലഹരിമുക്തമാക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. മെയ് 9, 10, 11 തീയതികളിലാണ് തിരുനാൾ. ജില്ലാ ഭരണകൂടവും സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും കൈക്കൊണ്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സുരക്ഷാ മുൻകരുതലുകൾ ചർച്ച ചെയ്തു. PWD, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ വിഭാഗം, എക്സൈസ്, KSCB, ഫയർ ആൻഡ് റെസ്ക്യൂ, വാട്ടർ അതോറിറ്റി തുടങ്ങിയ അടിയന്തര സേവനങ്ങൾ ഒരുക്കുന്ന വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രത്യേക കൺട്രോൾ റൂം തുറക്കാൻ നിർദ്ദേശം നൽകി. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തും. ഗതാഗത നിയന്ത്രണം, പാർക്കിംഗ്, ആംബുലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, എമർജൻസി കൗണ്ടർ, മെഡിക്കൽ റൂം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. പാവറട്ടി പള്ളിയിൽ ചേർന്ന തിരുനാൾ സുരക്ഷാവലോകന യോഗത്തിൽ മുരളി പെരുന്നല്ലി MLA, ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ്, പാവറട്ടി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ട്രസ്റ്റി OJ ഷാജൻ, സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ജീവിതശൈലിയിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകി ജീവനക്കാരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തി മികച്ച തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഗെറ്റ് സെറ്റ് തൃശൂർ പദ്ധതിക്ക് കീഴിൽ ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷന് തുടക്കം. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗിക ലോഞ്ചും പോസ്റ്റർ പ്രകാശനവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. എല്ലാ ചൊവ്വാഴ്ചയും ഓഫീസ് പ്രവർത്തന സമയത്തിനു ശേഷം അനക്സ് ഹാളിൽ നടക്കുന്ന ഫിറ്റ്നസ് ട്രെയിനിംഗ് ക്ലാസുകളിൽ പുതിയ അറിവുകളും വ്യായാമ രീതികളും ജീവിതത്തിൽ പകർത്തി ആരോഗ്യകരമായ ജീവിതശൈലി രൂപീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ജില്ലാ കളക്ടർ ആശംസിച്ചു. ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷന്റെ കേരള ലോഞ്ചിനു ശേഷം കിസാർ പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ഷെഫീഖിന്റെ നേതൃത്വത്തിൽ ഫിറ്റ്നസ് ട്രെയിനിംഗ് ക്ലാസും പ്രാഥമിക വ്യായാമ മുറകളുടെ പരിശീലനവും നടന്നു. ജീവനക്കാരുടെ ശാരീരിക മാനസിക ഉന്മേഷത്തിനായി ആയുഷ് മന്ത്രാലയത്തിനു കീഴിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബ്രേക്ക് പ്രോട്ടോകോളിന്റെ ഭാഗമായി ഓഫീസ് സമയത്തിന്റെ ചെറിയ ഇടവേളകളിൽ ചെയ്യാനാകുന്ന യോഗ രീതികളും പരിചയപ്പെടുത്തി. ADM T മുരളി, സബ് കളക്ടർ അഖിൽ V മേനോൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ K കൃഷ്ണകുമാർ, ഡെപ്യൂട്ടി കളക്ടർമാരായ CS മിതാറാണി, MS ജ്യോതി, വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിതകുമാരി, സീനിയർ സൂപ്രണ്ട് CP ശ്രീകല എന്നിവരും സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരും വ്യായാമ പരിശീലനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ.
രാവിനെ വെല്ലും ചാരുതയാ സ്വർണ്ണ ശോഭയിൽ നിൻമുഖം മാത്രം പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 പാർട്ടി കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിഭാഗക്കാർക്ക് നൽകുന്ന സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഗെറ്റ് സെറ്റ് തൃശൂർ പദ്ധതിക്ക് കീഴിൽ ആരംഭിക്കുന്ന ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷന് തുടക്കമായി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.